Hi viewers, welcome to Smart Classroom. ഇന്ന് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ പാർട്ട് 3 വീഡിയോയുമായിട്ടാണ് സ്മാർട്ട് ക്ലാസ് റൂമിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ കണ്ടന്റ്സ്: ഇലക്ട്രിക്കൽ പവർ ആൻഡ് എനർജി, കിർച്ചോഫ്സ് ലോസ്, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്, സിമ്പിൾ പ്രോബ്ലംസ് ഓൺ സീരീസ് ആൻഡ് പാരലൽ സർക്യൂട്ട്സ്. Electrical power. Electrical power in a circuit may be defined as the work done per unit time. ഇലക്ട്രിക്കൽ പവർ എന്നാൽ ഒരു സർക്യൂട്ടിലെ വോൾട്ടേജിന്റെയും കറണ്ടിന്റെയും പ്രവർത്തനത്തിന്റെ ആകെത്തുകയാണ്. അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പവറിനെ സർക്യൂട്ടിൽ ഓരോരോ സെക്കൻഡിലെയും പ്രവർത്തനത്തെ കാണിക്കുന്നു. P = വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം. പവർ അളക്കുന്ന യൂണിറ്റ് വാട്ട്സ് ആണ്. ഇലക്ട്രിക്കൽ പവർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് മീറ്റർ. ഇതിൽ വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് ജൂൾസിൽ പറയാം. It is also defined as the product of voltage and current in a circuit. P = V × I. Important equations of electrical power. ഇതിൽ കാണിച്ചിരിക്കുന്നത് സർക്യൂട്ട് അനാലിസിസിൽ ഉപയോഗിച്ചു വരുന്ന ഇലക്ട്രിക്കൽ പവറിന്റെ ചില സമവാക്യങ്ങളാണ്. വർക്ക് ഡൺ = I²RT, P = V × I, P = V²/R എന്നിങ്ങനെ ഇലക്ട്രിക്കൽ പവർ കണ്ടുപിടിക്കാൻ 3 ഇക്വേഷനുകളുണ്ട്. ഇലക്ട്രിക്കൽ എനർജി. Electrical energy is defined as electrical power delivered in certain time. ഇലക്ട്രിക്കൽ എനർജി എന്നാൽ നിശ്ചിത സമയത്ത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ പുറപ്പെടുവിക്കുന്ന ഇലക്ട്രിക്കൽ പവറിന്റെ അളവാണ്. ഒരു സർക്യൂട്ടിലെ ഇലക്ട്രിക്കൽ എനർജി കണ്ടുപിടിക്കുവാനുള്ള സമവാക്യം E = P × T എന്നതാണ്. കിലോ വാട്ട് അവറിലാണ് ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എനർജി മീറ്റർ. അടുത്തതായി കിർച്ചോഫ്സ് ലോസ് പഠിക്കാം. സർക്യൂട്ട് അനാലിസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാന സർക്യൂട്ട് ലോ ആണ് കിർച്ചോഫ്സ് ലോസ്. പ്രധാനമായും 2 സർക്യൂട്ട് നിയമങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കിർച്ചോഫ്സ് ഫസ്റ്റ് ലോ അഥവാ കിർച്ചോഫ്സ് കറന്റ് ലോ KCL, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അഥവാ KVL, Kirchhoff's second law. Kirchhoff's first law KCL. At each junction of currents, the sum of incoming currents is equal to the sum of outgoing currents. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ഇലക്ട്രിക്കൽ കറണ്ട് വിഭജിച്ച് വ്യാപിക്കുന്ന ഏതൊരു പോയിന്റിനെയും ജംഗ്ഷൻ അല്ലെങ്കിൽ നോഡ് എന്ന് വിശേഷിപ്പിക്കാം. അത്തരം ഒരു നോഡിലേക്ക് വരുന്നതായ കറണ്ടുകൾ കൂട്ടിയാൽ കിട്ടുന്ന വാല്യൂവും നോഡിൽ നിന്നും പോകുന്നതായ കറണ്ടുകൾ കൂട്ടിയാൽ കിട്ടുന്ന വാല്യൂവും തുല്യമായിരിക്കും. അഥവാ നോഡിലേക്ക് വരുന്നതായ കറണ്ടുകൾ പോസിറ്റീവായും നോഡിൽ നിന്നും പോകുന്നതായ കറണ്ടുകൾ നെഗറ്റീവായും എടുത്താൽ കറണ്ടുകളുടെ ആകത്തുക 0 ചിത്രത്തിൽ ഒരു സർക്യൂട്ടിലെ നോഡ് അല്ലെങ്കിൽ ജംഗ്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ I1, I2, I3 നോഡിലേക്ക് വരുന്നതായ കറണ്ടുകളാണ്. I4, I5 എന്നിവ നോഡിൽ നിന്നും പോകുന്നതായ കറണ്ടുകളാണ്. അങ്ങനെ വരുമ്പോൾ KCL അപ്ലൈ ചെയ്താലുള്ള സമവാക്യം I1 + I2 + I3 = I4 + I5 എന്നിങ്ങനെയായിരിക്കും. അഥവാ നോഡിലേക്ക് വരുന്നതായ കറണ്ടുകൾ I1, I2, I3 എന്നിവ പോസിറ്റീവായും I4, I5 എന്നിവ നെഗറ്റീവായും എടുക്കുകയാണെങ്കിൽ സമവാക്യം I1 + I2 + I3 - I4 - I5 = 0 എന്നിങ്ങനെയായിരിക്കും. ഇപ്രകാരം 2 തരത്തിൽ KCL സമവാക്യങ്ങൾ എഴുതാം. അടുത്തത് കിർച്ചോഫ്സ് സെക്കൻഡ് ലോ അഥവാ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ KVL. In closed circuits, the applied terminal voltage is equal to the sum of voltage drops. ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് സോഴ്സ് പുറപ്പെടുവിക്കുന്ന വോൾട്ടേജും അതിലെ ലോഡുകളിലെ വോൾട്ടേജ് ഡ്രോപ്പുകളും കൂട്ടിയാൽ കിട്ടുന്ന വാല്യൂവും തുല്യമായിരിക്കും. അഥവാ ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് സോഴ്സിലെ വോൾട്ടേജ് പോസിറ്റീവും
ലോഡുകളിലെ വോൾട്ടേജ് ഡ്രോപ്സ് നെഗറ്റീവായും എടുക്കുകയാണെങ്കിൽ വോൾട്ടേജുകളുടെ ആകത്തുക 0 ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ V3 എന്നത് സോഴ്സ് വോൾട്ടേജും V1 V2 എന്നത് ലോഡുകളിലെ വോൾട്ടേജ് ഡ്രോപ്പും ആണ്. അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ V1 plus V2 is equal to V3 എന്നും V1 plus V2 minus V3 is equal to 0 എന്നും എഴുതാം. KCL പോലെ തന്നെ KVLനെയും രണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. Wheatstone's bridge. Wheatstone's bridge is used for the measurement of unknown resistance in the range of about 1 ohm to 2 mega ohm. Wheatstone's bridge എന്നാൽ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഉപകരണമാണ്. 1 ഓം മുതൽ 2 മെഗാ ഓം വരെയുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് സാധാരണയായി ഉപയോഗിക്കുന്നത്. മീഡിയം റെസിസ്റ്റൻസ് വളരെ കൃത്യമായി കണ്ടുപിടിക്കുവാൻ ഈ ഒരു അറേഞ്ച്മെന്റ് ഉപയോഗിക്കും. ഇതൊരു പ്രിസിഷൻ ഇൻസ്ട്രുമെന്റ് ആണ്, അതായത് കണ്ടുപിടിക്കുന്ന റെസിസ്റ്റൻസ് വളരെ കൃത്യമായിരിക്കും. A simple circuit for measuring an unknown resistance by connecting it so as to form a quadrilateral with 3 known resistances and applying a voltage between a pair of opposite corners. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൽ 4 വശങ്ങളിലായി കണ്ടുപിടിക്കേണ്ടുന്ന റെസിസ്റ്റൻസ് അടക്കമുള്ള 4 റെസിസ്റ്റൻസുകൾ ഒരു ക്വാഡ്രിലാറ്ററൽ, അതായത് ചതുർഭുജത്തിൽ എന്ന പോലെ കണക്ട് ചെയ്തിരിക്കും. ഇതിൽ 2 മൂലകളിലായി ഒരു വോൾട്ടേജ് സോഴ്സും മറ്റു 2 മൂലകളിലായി ഒരു ഗാൽവനോമീറ്ററും കണക്ട് ചെയ്തിരിക്കും. ഗാൽവനോമീറ്റർ എന്നാൽ മൈക്രോ ആംപെയർ റേഞ്ചിലുള്ള കറണ്ട്, അതായത് വളരെ ചെറിയ കറണ്ടിനെ സെൻസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. വളരെ ചെറിയ ഇലക്ട്രിക്കൽ കറണ്ടിന്റെ സാന്നിധ്യം പോലും ഗാൽവനോമീറ്ററിന്റെ പോയിന്റർ ഡിഫ്ലക്ട് ചെയ്യാൻ, അതായത് അനങ്ങുന്നതിന് കാരണമാകും. A Wheatstone's bridge is an electrical circuit used to measure an unknown electrical resistance by balancing 2 legs of a bridge circuit, one leg of which includes the unknown component. റെസിസ്റ്റൻസ് അളക്കേണ്ട മെറ്റീരിയൽ ബ്രിഡ്ജിൽ കണക്ട് ചെയ്ത ശേഷം മറ്റു 3 റെസിസ്റ്റൻസും മാറ്റി നോക്കുമ്പോൾ ഒരു പോയിന്റിൽ വെച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആവുകയും ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ, അതായത് 0 ഡിഫ്ലക്ഷൻ കാണിക്കുകയും ചെയ്യും. ഈ ഒരു അവസ്ഥയിൽ ബ്രിഡ്ജിൽ നിന്നും ബാലൻസിംഗ് സമവാക്യം ഉപയോഗിച്ച് റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. For determining the unknown resistance by Wheatstone's bridge, the current flowing through bridge connection should be 0 and the values of the other 3 resistance should be precisely known. റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിലെ ഗാൽവനോമീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ കാണിക്കുകയും മറ്റു 3 റെസിസ്റ്റൻസുകളുടെ വാല്യൂ കൃത്യമായി നമുക്ക് അറിവുണ്ടായിരിക്കുകയും ചെയ്യണം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതാണ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിലെ സർക്യൂട്ട് അറേഞ്ച്മെന്റ്. ഇതിൽ RA, R1, R2 എന്നത് നാം നിയന്ത്രിക്കുന്ന, അതായത് നമുക്കറിയാവുന്ന അളവുകളുള്ള റെസിസ്റ്ററുകളാണ്. RX എന്നതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെ ബാലൻസിംഗ് ഇക്വേഷൻ ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. RA by RX is equal to R1 by R2. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൽ ഈ ഒരു സമവാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി കിർച്ചോഫ്സ് ലോസിന്റെയും വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിന്റെയും സിമ്പിൾ പ്രോബ്ലംസ് നോക്കാം. From the figure, find V1, V2, V3 and current flowing through the circuit. 3 റെസിസ്റ്റൻസുകൾ സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുന്നു. അതിൽ R1 5 ഓം, R2 3 ഓം, R3 2 ഓമും നൽകിയിരിക്കുന്നു. വോൾട്ടേജ് 10 വോൾട്ടാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നും ഓംസ് ലോ പ്രകാരം V is equal to I into R, V1 is equal to I into R1, V2 is equal to I into R2, V3 is equal to I into R3. സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് വോൾട്ടേജുകൾ ഡിഫറൻറ്റും കറണ്ട് സെയിമും ആയിരിക്കും. R ടോട്ടൽ is equal to 5 + 3 + 2, അതായത് 10 ഓം. I is equal to V by R, that is equal to 10/10, that is equal to 1 ആംപെയർ. അങ്ങനെ നേരത്തെ പറഞ്ഞ ഓംസ് ലോ ഇക്വേഷൻസ് പ്രകാരം V1 is equal to 1 into 5, that is equal to 5 volt,
V2 is equal to 1 into 3, that is equal to 3 volt. V3 is equal to 1 into 2, that is equal to 2 volt. ഇതിൽ KVL വെരിഫൈ ചെയ്ത് നോക്കാൻ വേണ്ടി V is equal to V1 plus V2 plus V3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇവിടെ V is equal to 10 വോൾട്ട് നൽകിയിരിക്കുന്നു. നമ്മൾ കണ്ടുപിടിച്ച V1 പ്ലസ് V2 പ്ലസ് V3 ചെയ്യുമ്പോഴും 10 വോൾട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ഉത്തരം ശരിയാണെന്ന് അനുമാനിക്കാം. നെക്സ്റ്റ് പ്രോബ്ലം. Given R1 is equal to 2 ohm, R2 is equal to 4 ohm, R3 is equal to 6 ohm, I is equal to 2 ampere, find I1, I2, I3 and voltage applied. Ohm's law പ്രകാരം I is equal to V by R, I1 is equal to V by R1, I2 is equal to V by R2, I3 is equal to V by R3. പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട് വോൾട്ടേജ് സെയിമും കറണ്ട് ഡിഫറൻറ്റുമാണ്. 1 by R total is equal to 1 by 2 plus 1 by 4 plus 1 by 6. R total is equal to 1.1 ohm. V is equal to IR പ്രകാരം വോൾട്ടേജ് അപ്ലൈഡ് നമുക്ക് 2.2 വോൾട്ട് ലഭിക്കും. നേരത്തെ പറഞ്ഞ ഓംസ് ലോ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ I1 is equal to 1.1 ampere, I2 is equal to 0.55 ampere and I3 is equal to 0.36 ampere. Find unknown resistance R4 if the Wheatstone's bridge shown is said to be in balanced condition. കാണിച്ചിരിക്കുന്ന വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷനിൽ ആണെന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ബാലൻസിങ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. R1 by R2 is equal to R3 by R4. Thus, values substitute ചെയ്താൽ 80 by 120 is equal to 480 by R4 എന്ന് ലഭിക്കും. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ R4 720 ഓം ആണ് ലഭിക്കുക. ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ തിയറി ടോപ്പിക്സ് 3 ചാപ്റ്ററുകളിലായി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് അനാലിസിസ് ചെയ്യാൻ ആവശ്യമായ കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണുള്ളത്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എല്ലാവരും അതും കൂടി മിസ് ചെയ്യാതെ കാണുക. എന്നാൽ മാത്രമേ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.